ഹലോ ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഇതാണ് നമ്മൾ ഇന്നലെ ഇവിടെ ഉള്ളപ്പോൾ താമസിച്ച ബെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ്. നമുക്കിതിൻ്റെ ഫ്രണ്ട് വ്യൂ ഒന്ന് പോയി നോക്കാം. ഇന്നലെ മഴയൊക്കെയാണ്, നമുക്ക് ഇതിലേ നടന്നു പോകണം, ഫ്രണ്ടിലേക്ക് പോകണമെങ്കിൽ പോയി നോക്കാം. ഇതാണ് കേട്ടോ ഇവരുടെ ഫ്രണ്ട് വ്യൂ. കൺസർവേറ്ററി പോലെയൊക്കെ ഉണ്ട്, ഇവിടെ ഇരുന്ന് നമുക്ക് ചാവടിക്കുകയോ ചെയ്യാം. പക്ഷേ ഇപ്പം കോവിഡ് ആയതുകൊണ്ട് അതിനൊന്നും സൗകര്യമില്ല. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു വീട്, ഇതിൻ്റെ ഒരു അഡ്രസ്സും കാര്യങ്ങളും കാണിച്ചത്. ഇതാണ് ലോക്ക് കേട്ടോ. ഇവിടെ വേറെയും ഇതുപോലത്തെ സംഭവങ്ങളുണ്ട് കേട്ടോ, ബെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ്. ഉള്ളപ്പോൾ ടൗണിൽ ഇന്നലെ വൈകിട്ട് നമ്മൾ കണ്ട സ്ഥലമാണെങ്കിലും ഒരു പമ്പുണ്ട്, നമുക്ക് അവിടെ കുറച്ച് ഫ്യൂൽ ഫില്ല് ചെയ്യണം. ജെറ്റിൻ്റെ ഒരു പമ്പാണ് ഈ കാണുന്നത്. നമുക്ക് അവിടെ പോയിട്ട് അപ്പോൾ നമ്മൾ ഇന്നലെ ഇവിടെ വൈകിട്ടൊക്കെ വന്നിരുന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം ഭക്ഷണമൊക്കെ കഴിച്ചത് ഇവിടെ വന്നിരുന്നിട്ടാണ് ഭക്ഷണം കഴിച്ചത്. പുറത്തേക്കുള്ള വ്യൂ കാണിച്ചിട്ടുണ്ട്. ഇതാണ് പുറത്തേക്കുള്ള വ്യൂ. അപ്പം നമ്മുടെ യാത്ര തുടരുന്നതാണ്. NC500 ലാസ്റ്റത്തെ ഒരു സെഗ്മെൻറ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനി ദൂരെ ചുമന്ന് കാണുന്നുണ്ട്, സൂര്യൻ ഉദിച്ച് വരണേട്ടാ. കാരണം ഇവിടെ ഇപ്പോൾ സൺറൈസ് കുറേ വൈകിട്ടല്ലേ, 7:45 ആവും. ഇപ്പോൾ 8 മണിയാവാനായിട്ട് 5 മിനിറ്റ് ഉള്ളൂ. അപ്പോൾ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നതാണ് കാണുന്നത്. താഴെ ഈ സൈഡിലുള്ള കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നോക്കിക്ക്, അവിടെ ഒരു ഇത് കണ്ട, ഒരു ട്രെയിൽ പോലെ കണ്ട വെള്ളത്തിൽ. ഇത് ലോക്ക് എന്ന് പറയണത്, ഈ ഇങ്ങനെ വെള്ളം കെട്ടിക്കിടന്ന വെള്ളത്തിന്റെ ഒരു റിസർവോയർ പറഞ്ഞ പേര്. ഈ ഇതിന്റെ പേരാണ് ലോക്ക് ബ്രൂം, BROOM. ഞാൻ ഈ സ്പെല്ലിംഗ് പറയാൻ കാരണം വേറൊന്നും അല്ല കേട്ടാ, നിങ്ങൾക്ക് സ്പെല്ലിംഗ് അറിയാൻ പാടില്ല, സ്പെല്ലിംഗ് പഠിപ്പിക്കാനൊന്നും അല്ല. കാരണം ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അത് തിരികില്ലാതിരിക്കും, അതുകൊണ്ടാണ് ഞാൻ ആ സ്പെല്ലിംഗും കൂടെ പറയണത്. ഒരു സൈഡിൽ ലോക്കും ഒരു സൈഡിൽ മൗണ്ടനുമാണ്. ഇപ്പോൾ നമ്മൾ അടുത്ത മൗണ്ടൻ റേഞ്ചസിലേക്കാണ് പോണേട്ടാ. അത് കഴിഞ്ഞപ്പോൾ ലോക്കൊന്നും കാണാനുണ്ടാവില്ല കാര്യമായിട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. മാപ്പിലൊന്നും കാണിക്കണില്ല. അപ്പോൾ നോക്കിയേ, സൺലൈറ്റ് ഒക്കെ കാണട്ടെ. മലയുടെ മുകളിൽ ഇങ്ങനെ സൺലൈറ്റ് നോക്കുമ്പോൾ കാണാനായിട്ട് ഭയങ്കര രസമാട്ടാ. ഈ സൈഡിലേക്ക് കാണിച്ചാൽ നിങ്ങളെ നോക്കുമ്പോൾ ഇത് കണ്ടാ, ആ ഡിഫറൻസ് കണ്ടാ, നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ സൂര്യൻ ഉദിച്ചിട്ടാ ഇറങ്ങി. ഇപ്പം മഴയായിരുന്നെങ്കിൽ ഇപ്പം വെയിൽ വരുന്നുണ്ട്. സൈഡിലെ വ്യൂ ഉണ്ടേ കാണാൻ പറ്റുന്നത്. സ്ട്രീമൊക്കെ ഇങ്ങനെ ഒഴുകി പോകുന്നത് രസമുണ്ട് കാണാൻ. ദൂരേന്ന് വന്നിട്ടേ മലയുടെ മുകളിൽ നിന്നുള്ള വെള്ളമാണ് അതൊക്കെ. നല്ലൊരു വ്യൂ ആണ് കേട്ടോ, ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. ഇത് മല ഇങ്ങനെ രണ്ട് സൈഡിലും മലകളും, ദൂരെ ഒരു ലോക്ക് കാണാം. നമ്മളത് വഴി വന്നിട്ടുണ്ടായിരുന്നു കണ്ടോ. ഇതാണ്, ഇങ്ങനെയാണ് റോഡ്, ഇങ്ങനെ പോവാണ്. കറങ്ങി തിരിഞ്ഞ് അതിലൂടെയൊക്കെ വന്ന് ഇവിടെ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഞാനൊന്ന് സൂം ചെയ്ത് നോക്കട്ടെ. ഇതാണ് ആ വ്യൂ. ഈ വെള്ളം
ഇതിൽ കൂടെ ഒഴുകി താഴേക്ക് പോയിട്ട് അവിടെ കണ്ട ആ ലോക്കില്ലേ അവിടെ പോയി വീഴും. അങ്ങനെയാണ് സംഭവം. നമ്മൾ റോഡൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അവിടെ എന്തോ താഴേക്കുള്ള റോഡൊക്കെ കാണുന്നുണ്ട്. അവിടെയും 1-2 വീടുകളൊക്കെ ഉണ്ട്. അങ്ങോട്ട് പോകാനുള്ള വഴിയാകുന്നുണ്ട്. അവിടെ നിന്ന് പോകണ്ട. നമ്മൾ ഇത്ര നേരം കണ്ട കാലാവസ്ഥയല്ല കേട്ടോ. ഒരു 5-10 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് അങ്ങ് മാറി. മഴ സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ നമ്മൾ മുകളിൽ നിന്നൊരു വെള്ളച്ചാട്ടം കണ്ടപ്പോൾ നിർത്തിയതാണ്. ഇതാണ്ട് ഈ പാറ, കുത്തിനുള്ള പാറകളാണ് ഈ കാണുന്നത്. നല്ല നമുക്ക് നേരെ നോക്കുമ്പോൾ തന്നെ ഒരു മാതിരി തലകറക്കമാണ്. അവിടെ നിന്ന് തന്നെ വെള്ളമാണ് ഈ കാണുന്നത്. അവിടെ നിന്ന് വെള്ളം ചാടി വെള്ളത്തിങ്ങനെ വെള്ളം താഴത്തേക്ക് വീണുണ്ട്. ഇതിൽ കൂടെ വന്ന് ഇതാണ് താഴെയുള്ള സംഭവം. വെള്ളത്തിൻ്റെ കളറ് ഒരുമാതിരി കറുത്ത കളറാണ്. എന്തോ ഇവിടുത്തെ റോക്സിൻ്റെ മിനറലിൻ്റെ എന്തൊക്കെ എനിക്കറിയില്ല. ഇതിങ്ങനെ പോയിട്ടാണ് ലോക്കിൽ പോയി വീഴും. അങ്ങനെയാണ് സംഭവം. നമ്മൾ അവിടെ നിന്നും പുറപ്പെടണാണ്. അപ്പോൾ ഏകദേശം കാലാവസ്ഥ കണ്ടിട്ട് ഒരു തെളിച്ചമൊക്കെ വരുന്നുണ്ട്. നമുക്ക് നോക്കാം. ഒരു മാന കാണും. ഒരു മാന ഓടിപ്പോണത് കണ്ടില്ലേ? അതേ കണ്ട അതേ ഓടിപ്പോണ് കാട്ടിലേക്ക്. നമ്മള് കോസ്റ്റൽ റൂട്ട് അടുത്തേക്കണം കേട്ടാ തിരിച്ചു പോകാനായിട്ട്. പിന്നെ അകത്തൂടെ വേറെ വഴിയുണ്ട്. പക്ഷെ കുറച്ചുകൂടെ ഭംഗിയായിട്ട് തോന്നി ഇതാണ്. കാരണം കോസ്റ്റൽ റൂട്ടിൽ നിന്ന് കുറച്ച് രസം ഉണ്ടാവുന്ന വിചാരിച്ചിട്ടാണ് നമ്മൾ ഇതിൽ കൂടെ വന്നത്. പോയി നോക്കാം നമുക്ക്. പീക്കിൻ്റെ മുകളിലെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നൊരു വ്യൂ നമുക്ക് നോക്കാം കേട്ടോ. നമ്മൾ ആ ദൂരേന്ന് വന്നത് ഇങ്ങനെ അങ്ങനെ വന്ന് അതാണ് നമ്മളിങ്ങനെ വന്ന് ഇനി നമ്മൾ ഇതിലൂടെ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ അങ്ങ് പോകും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വ്യൂ കാണിച്ചത്. ഇതാണ് ഇവിടുത്തെ വ്യൂ. ആ ലോക്ക് ഇത് കടലിൽ നിന്നുള്ളതാണ്. കടലിൽ നിന്ന് വെള്ളം വന്നിട്ടാ. അതാണ് കടൽ. കാണാൻ പറ്റണ്ട? സൂം ചെയ്യട്ടെ. അവിടെയാണ് കടലിൽ നിന്ന് ഇറങ്ങി. ഇവിടെ നല്ലൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഈ വൈൽഡ് വാട്ടർ റാഫ്റ്റിംഗ് ഒക്കെ ചെയ്യുന്ന സ്ഥലങ്ങൾ കണ്ട നോക്കിക്കേ. കണ്ട ഇതുപോലെ ആയി. ക്ലിയർ അല്ല വെയിൽ കാരണേ. അടിപൊളി. നമ്മളൊരു അപ്പ് ഹില്ല് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമുക്ക് കുറച്ച് ഫോട്ടോസും കുറച്ച് വ്യൂസൊക്കെ കാണിച്ചു തരാം. ഒരു വണ്ടി വരുന്നത് കാണാം. ഒരു വെളുത്ത കളറിലൊരു വണ്ടി വരുന്നുണ്ട്. നമ്മളത് വഴിയാണ് വന്നത്. ഇതാണ് ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകും.
നമ്മളിപ്പോ ഒരു ഡീവിയേഷൻ എടുത്തിട്ടാ ടൊറിന്റൺ എന്ന സ്ഥലത്തേക്ക്. ഇത് ടൊറിന്റണിലേക്കുള്ള റൂട്ടാണ് കേട്ടോ. ഇത് ഉള്ളപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കുറച്ചധികം പോകുന്നു. ഇനി ടൊറിന്റൺ ആപ്പിൾ ക്രോസ് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, ആ വഴിയെ പോണത്. ആടുകളൊക്കെ കിടക്കണം, നല്ല രസമാണ്. ഭക്ഷണമൊക്കെ കഴിച്ചിങ്ങനെ ആരും അതിനെ കെട്ടിടാനും പിടിക്കാനൊന്നുമില്ല. ഉള്ള പുല്ലൊക്കെ തിന്ന് നല്ല എൻജോയ് ചെയ്ത് കിടക്കണേ. ഇവിടെയൊക്കെ ഓരോ കസേര വന്നിട്ടുണ്ട് കാഴ്ച കണ്ടിരിക്കാനായിട്ടാ. സത്യം പറഞ്ഞ കാഴ്ച കാണാനുണ്ട്. ഇതാണ് ഇവിടെ നിന്നുള്ളൊരു കാഴ്ചട്ടാ. ഇവിടെയുള്ള കാഴ്ചയാണിത്. ദൂരെ അപ്പുറം എന്തൊരു ടൗൺ എന്തോ ഉണ്ട്, ടൗണോ വില്ലേജ് എന്താണ്ടൊക്കെ ഉണ്ട് ദൂരെ. ഇതാണ് നമ്മൾ വന്ന വഴി. നമ്മളിങ്ങനെ വന്ന വഴിക്ക് ഒരു സാധനത്തിനെ കണ്ടിട്ടാ, ഒരു യാക്ക് ഫോട്ടോസിലൊക്കെ കണ്ടിട്ടില്ലേ, ഒരു സാധനം നോക്കും. എൻ്റെ ഫോട്ടോ നമുക്ക് എടുക്കാൻ അടുത്തേക്ക് പേരിട്ട് വെള്ളം കൊമ്പൊക്കെ അടുത്ത് പേരിട്ടില്ല എങ്കിലും നമുക്കൊരു ഫോട്ടോ എടുക്കാം. ഒരെണ്ണം അവിടെ നിൽക്കുന്നുണ്ട്, എല്ലാവർക്കും അത്യാവശ്യം ഒന്ന് വിശപ്പൊക്കെ, വിശപ്പെന്നാണ് അങ്ങനെയല്ല, എന്തെങ്കിലും കഴിക്കാനുള്ളൊരു എന്താ പറയാ എനിക്ക് തോന്നുന്നത്, ഒരു ക്രേവിങ്, വിശപ്പല്ല ഒരു ക്രേവിങ്. അപ്പോൾ നമ്മൾ തീരുമാനിച്ച ആപ്പിൾ ക്രോസിനോട് ഇതിലെ കഫേ കാണുകയാണെങ്കിൽ അവിടെ നല്ല വാങ്ങിക്കാന്ന് വിചാരിച്ചിരിക്കണേന്ന്. സൈഡ് വ്യൂ കാണിച്ചു തരാം. എന്നിട്ട് കഫേ ആൻഡ് റെസ്റ്റോറൻറ്റ് കാണുന്നത് നോക്കാം. ആപ്പിൾ ക്രോസ് ഞാൻ അകത്തേക്ക് പോയി നോക്കാം എന്താ സംഭവം. ഇതുണ്ടാ കഫേയിലേക്ക് പോണ വഴി. നമ്മള് കഫേയിലേക്ക് പോണേട്ടാ. അവിടെ മരത്തിനെ കുറച്ച് ആപ്പിളൊക്കെ ഉണ്ട്. ഞാൻ അതിൻ്റെ ഒരു ക്ലിപ്പ് എടുക്കട്ടെ കേട്ടോ. സാധാരണ സമയത്ത് ആപ്പിളൊക്കെ തീർന്നു പോകുന്ന സമയമാണേ. ഇല്ലേ അടുത്ത് പോയി ആപ്പിൾ കാണിച്ചു തരാം. താഴെ കുറച്ച് ആപ്പിളൊക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഇരുന്ന് ചായ കുടിക്കാൻ സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നല്ല ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. പോയി നോക്കാം. നമ്മൾ കഫേയുടെ അകത്ത് കയറുന്നിട്ടാ. പിന്നെ ഇതാണ് റിസപ്ഷൻ. ഇവിടെ കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ സീറ്റ് കിട്ടി. അധികം ആളുകളൊന്നുമില്ല, കാരണം ഇത് കോവിഡ് ടൈം ആയതുകൊണ്ട് അധികം ആളുകളൊന്നും ഇന്ന് ചെക്ക് ചെയ്യട്ടെ. ഒന്ന് പോവാണ്. പുറത്തേക്ക് പോകണം. നമ്മൾ ആ കഫേന്ന് പോവാണ് ട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞൊരു വീടില്ലേ, അത് കാണുന്ന വീട്. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം.
കടല് ദൂരെ. ഇതാണ് ഈ കഫേയിലേക്ക് വരുന്ന വഴിയാണ് ഈ കാണുന്നത്. ആ കഫേ ഒക്കെ കഴിഞ്ഞിട്ട് പോവാണ്ട്. ഇത് സിംഗിൾ ട്രാക്ക് റോഡാണിത്. പിന്നെ വിന്ററിൽ ഇതിൽ കൂടെ വരാൻ പറ്റില്ല, അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അവര്. സൈഡിലത്തെ വ്യൂ കാണിച്ചു കേട്ടോ. ഇതാണ് സൈഡ് വ്യൂ. നമ്മൾ ആ കാണുന്ന മലയും ഫുൾ കടന്നിങ്ങ് വന്ന് കണ്ടില്ലേ. ഇവിടെ നിന്നുള്ള വ്യൂ നിങ്ങൾ കണ്ടോട്ടെ. ഇതാണ് വ്യൂ. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അല്ലേ? വ്യൂ പോയിന്റ് നമുക്ക് ഇവിടെ പാർക്കിംഗ് കാണുന്നുണ്ട്, നമുക്കിവിടെ നിർത്താം. ഇവിടെയൊക്കെ ഫുൾ ഇങ്ങനെ ഈ ചതുപ്പ് പോലെ സ്ഥലങ്ങളാട്ടാ. വെള്ളക്കെട്ടുകൾ കാണുന്നുണ്ട്. ഈ താഴെ പാറയതുകൊണ്ടേ താഴേക്ക് വെള്ളം ഇരിക്കണം തോന്നുന്നു. നമുക്ക് ഇവിടുന്ന് ഇവിടെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഒരു പൊട്ടിപ്പൊളിഞ്ഞൊരു കാസിൽ കാണുന്നുണ്ട് കേട്ടോ. കാസിൽ കയറണമെങ്കിൽ ടിക്കറ്റൊക്കെ വേണം. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് കാണാനുള്ള നമുക്ക് സമയമില്ല, കാരണം അതിനകത്ത് അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്താണെങ്കിലും കയറില്ല. കുറച്ച് മലകളൊക്കെ ഉള്ള സ്ഥലത്തോട്ട് കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ഒരു സ്ട്രീംസ് ഒക്കെ ഉണ്ട്, കുഞ്ഞി കനാലുകളും തോടുകളൊക്കെ ഒഴുകി പോകുന്നുണ്ട്. വെള്ളച്ചാട്ടങ്ങൾ സൈഡിലുണ്ട്, കുറേ ഉണ്ട് വെള്ളച്ചാട്ടങ്ങൾ. അത് കണ്ട് കണ്ട് നമുക്ക് മടുക്കും. അപ്പം അത് കാണിക്കല്ലേ കാര്യമൊന്നുമില്ലല്ലോ. 5 മണിയാകുമ്പോൾ 4:45 ഇരുട്ടായി തുടങ്ങും. സൺസെറ്റ് 4:45 അപ്പോൾ പിന്നെ കാര്യമായിട്ടുള്ള കാഴ്ചകളൊന്നും കാണിക്കാൻ പറ്റുന്നിരിക്കില്ല. അപ്പം എൻ്റെ ഈ ട്രാവൽ ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇഷ്ടംപോലെ തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എനിക്കറിയാം, കാരണം ഞാൻ ഇഷ്ടംപോലെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സാധാ നമ്മുടെ നാടൻ ഭാഷയിൽ ഞാൻ പറഞ്ഞിരിക്കണം. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. എന്തെങ്കിലും എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പറ്റണം നിങ്ങൾക്ക് തോന്നിയെങ്കിൽ എനിക്ക് എൻ്റെ കമൻറ്റിലിടാം. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ ചെയ്യുകയാണെങ്കിൽ എനിക്കതനുസരിച്ചിട്ട് ഇമ്പ്രൂവ് ചെയ്യാമല്ലോ. ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഇതൊരു വ്ളോഗ് ഉദ്ദേശിച്ചെടുത്തല്ല. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ചൊവ്വാഴ്ച വെളുപ്പിന് 6 മണിക്കിട്ട് പ്ലാനാണ് പെട്ടെന്ന്. പിന്നെ നമുക്ക് കൂടുതലൊന്നും കാര്യമായിട്ട് പഠിക്കാനും അധികം ഹോംവർക്ക് ചെയ്യാനൊന്നും പറ്റിയില്ല ഈ ട്രിപ്പിനെ കുറിച്ചിട്ട്. മാത്രമല്ല വെതറാണെങ്കിൽ ഭയങ്കര മഴയാണെന്നാണ് ഫോർകാസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്കൊട്ടും പ്രതീക്ഷ ഉണ്ടായില്ല. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി
ജസ്റ്റ് കുറച്ച് റെക്കോർഡ് ചെയ്ത് നമുക്കൊരു യൂട്യൂബിലിടാം, ഇഷ്ടമുള്ളവർക്ക് കാണാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവർക്കും നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വിചാരിക്കണം. എന്തെങ്കിലും തെറ്റുപറ്റിയിട്ട് ക്ഷമിക്കുക, പൊറുക്കുക. പിന്നെ അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. അതുപോലെ ലൈക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം ഞാൻ ഇനി വീഡിയോസ് എനിക്ക് ലൈറ്റുള്ള എൻ്റെ സൺലൈറ്റ് ഉള്ളവരെ ഞാൻ ഇടാം, അതല്ലെങ്കിൽ ഞാൻ എടുപ്പിച്ച് നിർത്തും. അപ്പോൾ ബാക്കി നാട്ടിലെത്തിയിട്ട് കാണാം. എന്താണെങ്കിലും ഞാൻ ഇനി കൂടുതൽ കമൻറ്റൊന്നും പറയണില്ല, പട്ടണത്തോളം ഞാൻ പിടിക്കാം കേട്ടോ. ശരി, അപ്പോൾ ഓൾ ഓഫ് യു കീപ് സേഫ് ആൻഡ് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. അതെ, ആ ദൂരെ കാണുന്നതാണ് കേട്ടോ ബെൻ നെവീസ് മൗണ്ടൻ റേഞ്ചസ്. അതിൻ്റെ മുകളിലാണ് കേബിൾ കാറൊക്കെ ഉള്ളത്. നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ. ഫൈനൽ വ്യൂസ് ഉണ്ട് ഞാൻ കാണിക്കാൻ പോലെ. സൺലൈറ്റ് ഉള്ളിടത്തോളം നമുക്ക് പോവാലോ. അപ്പോൾ നമ്മൾ ഗ്ലാസ്ഗോ എത്തിയിട്ടാ. ഇപ്പോൾ വൈകിട്ട് 6 മണി ആയിട്ടുണ്ട്. ഇനി ഒരു 6 മണിക്കൂർ ഡ്രൈവ് ചെയ്യണം നമ്മൾ വീട്ടിലെത്തണമെങ്കിൽ. അപ്പോൾ ഞാൻ വീഡിയോ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാനാണ്. ഇനിയിപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.